നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ലീഗിന് പിടിവിട്ട അവസ്ഥയിലാണ്. എല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവരുമ്പോഴാണ് ഈ കോൺഗ്രസുകാർ ആരെങ്കിലും കയറി എല്ലാം അലമ്പാക്കുക. 2026 ഭരണം പിടിക്കാനുള്ള എല്ലാ ഫോർമുലകളുമായി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് പോവുകയായിരുന്നു. 2026 കടുത്ത പോരാട്ടത്തിലൂടെ UDF അധികാരത്തിൽ വരുമെന്ന് ലീഗ് നേതൃത്വം ഉറപ്പിച്ചതാണ്. ലീഗ് നേതൃത്വം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പല സ്ഥാനാർത്ഥികളും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്നാണ് സംഗതി മാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം വരികയും കോൺഗ്രസ് പ്രതിസന്ധിയിലാവുകയും CPM വല്ലാതെ കയറി കളിക്കുകയും ചെയ്തതോടെ ലീഗ് വെട്ടിലായി, അന്താളിപ്പിലായി. എങ്ങാനും ഈ ഭരണം കിട്ടിയില്ലെങ്കിലോ അത് ലീഗിന് ചിന്തിക്കാനേ പറ്റുകയില്ല. 15 വർഷമൊക്കെ അധികാരത്തിന് പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒതളങ്ങാൻ നിന്ന് ചാവുന്നതിനേക്കാൾ ദുഷ്കരമാണ്. അതുകൊണ്ടോ ഭരണം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് കടുങ്കയും തങ്ങൾ ചെയ്യുമെന്ന് ലീഗ് നേതൃത്വം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നാൽ സാഹചര്യങ്ങളെല്ലാം മാറി വരികയാണെന്നും അടുത്ത തവണ ഭരണം കിട്ടുമെന്നും ശക്തിയായി കോൺഗ്രസ് നേതൃത്വവും പഴയ വഴക്കുകളൊന്നും ഇല്ലാതെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെന്നും എല്ലാമുള്ള ഒരു സാഹചര്യം ഒത്തുവന്നപ്പോൾ, എല്ലാമുള്ള അന്തരീക്ഷം ഒത്തുവന്നപ്പോഴാണ് ഈ ഇരുട്ടടി പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം മൂലം കോൺഗ്രസ് പ്രതിസന്ധിയിലായതും എങ്ങനെ വേണം നടപടിയെടുക്കണോ വേണ്ടേ എന്നുള്ള ആശയക്കുഴപ്പം ആ പാർട്ടിയിൽ ഉണ്ടായതും വിജയ സാധ്യതയ്ക്ക് അല്പം മങ്ങലേൽപ്പിക്കാൻ കാരണമായോ എന്ന സംശയം ലീഗിൽ ഉയർന്നു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ വലിയ പൊട്ടലും ചീറ്റലുമൊന്നുമില്ലാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ധാർമ്മിക പ്രശ്നങ്ങളൊന്നും അവരുടെ വിഷയങ്ങളെയല്ല. അടുത്ത തവണ ഭരണം കിട്ടുമോ ഇല്ലയോ ആ ഒറ്റ ചോദ്യം മാത്രമേ ലീഗ് ഉയർത്തുന്നുള്ളൂ. ഭരണം കിട്ടിയാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഭരണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും. ആ വേറെ വഴി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിണറായി വിജയന് നന്നായിട്ടറിയാം. അതിനുള്ള വഴി പിണറായി വിജയൻ വെട്ടി സൈഡിൽ ഇട്ടിട്ടുമുണ്ട്. ഭരണം കിട്ടിയില്ല എങ്കിൽ പിന്നെ ലീഗിന് മറ്റൊന്നും ആലോചിക്കാനില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം. എന്നാൽ ഭരണം കിട്ടുമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള എല്ലാവരും ലീഗിന് ഉറപ്പു നൽകി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരുമെന്നും ലീഗിന് അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുമെന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ലെന്നും കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകുകയും ലീഗ് നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തതോടെ തൽക്കാലം പൊട്ടലും ചീറ്റലും ഇല്ലാതെ മുന്നോട്ട് പോവുകയും പിണറായിക്കെതിരെയും CPM-നെതിരെയും കടുത്ത നിലപാടുകളുമായി ലീഗ് നേതൃത്വം മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത് നല്ല ആരോഗ്യകരമായ ഒരു പ്രതിപക്ഷ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഇടിവെട്ടുണ്ടാവുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ കുറേയൊക്കെ ഇല്ലാതാക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം സഹായിച്ചു എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം വരുന്നത്. ഇത് നേരത്തെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അവസാനിക്കുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് വെച്ച് ചുമ്മാ കളിച്ച് വല്ലാതെ കളിച്ച് ഇല്ലാണ്ടാക്കി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഈ ആരോപണ ശരങ്ങളൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയങ്ങളായി മാറും. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ MLA സ്ഥലം രാജിവെച്ചിട്ടില്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേ ഉള്ളൂ. വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും എല്ലാ മണ്ഡലങ്ങളിലും ഇത് വലിയ വിഷയമാക്കും. കിട്ടാനുള്ള വോട്ടുകൾ കുറേയൊക്കെ കുറയും, ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാലക്കാട് പോലുള്ള സീറ്റ് അടുത്ത തവണ കോൺഗ്രസിനെ നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോഴേ സംശയമാണ്. അങ്ങനെയുള്ള 1-2 സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടാൽ CPM-മാരുടെ ഏറ്റുമുട്ടലിൽ, ഇടതുപക്ഷമായ ഏറ്റുമുട്ടലിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിവുണ്ടാക്കും. കാരണം ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ കളിച്ച കളി അത്ര ശുഭകരമല്ലാത്ത കളിയാണ്. അത് കുറച്ചുകൂടി അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത്. ഏതായാലും 2026 വരെ തങ്ങൾ UDF ഉണ്ടാകുമെന്ന് ലീഗ് പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന സംഭവവികാസങ്ങളിൽ മുസ്ലിം ലീഗ് കടുത്ത അസംതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ലീഗിന്റെ അഖിലേന്ത്യാ ആസ്ഥാനം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്ക ഗാന്ധിയെ വിളിച്ചിട്ട് അവർ വന്നില്ല. അതിന് പകരം KC വേണുഗോപാലും 1-2 കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി വരണമെന്ന് ലീഗ് ആഗ്രഹിച്ചിരുന്നു. കാരണം പ്രിയങ്കയെ വയനാട്ടിൽ രക്ഷപ്പെടുത്തിയത്, ഇത്രയും 3.5-4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗ് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ അഖിലേന്ത്യാ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി വരണമെന്ന് അവർ ന്യായമായും ആഗ്രഹിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി വന്നില്ല. അത് ലീഗിന് ചെറിയൊരു വൈകല്യം, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം ഉണ്ടാക്കിയെന്ന് അവർ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അത്ര ഉഷാറില്ലെന്നാണ് ലീഗിന്റെ പക്ഷം.
ഏതായാലും ഈ സംഭവ വികാസങ്ങളിൽ ലീഗ് അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് കുറച്ച് ദിവസം കൂടെ നമുക്ക് നോക്കിയാൽ കാണാം.